പട്ടിണി എന്ന വലിയ പ്രശ്നത്തിന് മുമ്പിലാണ് മനുഷ്യരുണ്ടായിരുന്നത്. അതുപോലെ പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ വളരെ സാമൂഹികമാണ്, മനുഷ്യപരമാണ്. അതിനെ ഒന്നിച്ചാണ് നമ്മൾ മറികടന്നത്. വാര്യരുടെ കോട്ടക്കലെ ആര്യവൈദ്യശാലയിലെ ആ പത്തായങ്ങളാണ് മനുഷ്യർക്ക് മുമ്പിൽ തുറന്നു വെച്ചത്. അവിടെ മതം നോക്കിയിട്ട് റേഷനില്ല. അപ്പോൾ ആ കാലത്തെ നല്ല ഓർമ്മകൾ നമുക്ക് അബ്ദുറഹ്മാൻ മാഷ് പങ്കുവയ്ക്കും, നോമ്പുമായി ബന്ധപ്പെട്ടുകൂടി. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നോമ്പിൻ്റെ ഓർമ്മകൾ ഉള്ള ഒരു വ്യക്തിത്വമാണ് ഞാൻ. രാസേട്ടൻ 80 വയസ്സ് കഴിഞ്ഞെങ്കിൽ എനിക്ക് 75 വയസ്സായി. ഞാൻ അസല് പൊന്നാക്കാരനാണ്. അതായത് ഇസ്ലാമിക പൈതൃകം നിലനിൽക്കുന്ന ഒരു പ്രദേശം, ചുറ്റുഭാഗത്തും പള്ളികൾ. അതേപ്രകാരം തന്നെ ആ പള്ളികളിൽ നിന്ന് ഉയർന്നു വരുന്ന കൂട്ടബാങ്ക് വിളികൾ, അതിന് ശേഷമുള്ള നിസ്കാരങ്ങൾ, തഹ്ലീൽ, തദ്കീർ, സ്വലവാത്ത് തുടങ്ങിയ ഇതിൻ്റെ അന്തരീക്ഷത്തിലാണ് ഞാൻ ജനിച്ചത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് വളർന്നു വന്നതും. വളരെ ചെറുപ്പത്തിൽ തന്നെ പൊന്നാനി വലിയ പള്ളിയിൽ ഞാൻ പഠിച്ചിരുന്നു, ഏകദേശം ഒരു 60 വർഷം മുമ്പ്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു സംസ്കാരമായിരുന്നു, ഒരു ഇസ്ലാമിക സംസ്കാരമായിരുന്നു ചെറുപ്പത്തിൽ എനിക്ക്. പക്ഷേ ഒരു 19 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു അധ്യാപകനായി. ആ അധ്യാപകനാകുന്നത് ആദ്യത്തിൽ പള്ളിപ്പുറത്തിൻ്റെ അടുത്തുള്ള മുതുതല എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലായിരുന്നു. തികച്ചും ശാലീന സുന്ദരമായൊരു ഗ്രാമമായിരുന്നു അത്. ചുറ്റുഭാഗത്ത് വയലോലകൾ, കുളങ്ങൾ, തൊട്ടടുത്ത് തന്നെ ഭാരതപ്പുഴ, അങ്ങനെയൊക്കെ ഉള്ളത്. അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം എനിക്ക് നല്ലൊരു സുഹൃത്തിനെ കിട്ടി. അദ്ദേഹമായിരുന്നു എൻ്റെ കല്യാണത്തിന് എനിക്ക് പകരമായി എൻ്റെ വീട്ടിൽ പുതിയാപ്പിളായിട്ടിരുന്നത്, പൊന്നാനിയിലെ ആചാരപ്രകാരം. കാരണം പുതിയാപ്പിളന്മാർക്ക് കല്ലുകൊണ്ടും അരി കൊണ്ടും മലർ കൊണ്ടിട്ടൊക്കെ ഏറ് കൊടുക്കും അറയിലാക്കുന്ന അവസരത്തിൽ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി എൻ്റെ സുഹൃത്തുക്കൾ ഇദ്ദേഹത്തെയാണ് ചട്ടം കെട്ടിയത്. അത്രത്തോളം അടുത്ത സുഹൃത്തായിരുന്നു അദ്ദേഹം. VG പുരുഷോത്തമക്കുറുപ്പ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഏകദേശം ഒരു വർഷം മുമ്പ് അദ്ദേഹം വിട പറഞ്ഞു. അദ്ദേഹം നമ്മുടെ മഹാകവി G ശങ്കരക്കുറുപ്പിൻ്റെ മരുമകനാണ്. അങ്ങനെ ഒരു ബന്ധമുണ്ട്. അപ്പോൾ അതിലേക്കാണ് ഞാൻ ഇനി വരുന്നത്. ഒരു മതേതരത്വ സ്വഭാവം, മതമൈത്രി എൻ്റെ മനസ്സിൽ കൊണ്ട് രൂഢമൂലമാകാൻ ഒരു കാരണം അതാണ്. വടക്കനി മാരാത്ത് ഗംഗാധരൻ മകൻ പുരുഷോത്തമക്കുറുപ്പ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ വീട് അങ്കമാലിയിലാണ്. G ശങ്കരക്കുറുപ്പിൻ്റെയും ജന്മദേശം അവിടെ തന്നെയാണ്. അപ്പോൾ എല്ലാ ഓണത്തിനും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വീട്ടിലേക്ക് പോകും, എല്ലാ ഓണത്തിനും. ഇന്നൊരു പക്ഷേ പറയാൻ പറ്റാത്ത രീതി, പറയാൻ പറ്റില്ല എന്ന് വരും, പറഞ്ഞാൽ തന്നെ പ്രയാസമാവുമെന്ന് തോന്നും. അമ്പലക്കുളത്തിൽ ഞാൻ കുളിക്കാറുണ്ട് സ്ഥിരമായിട്ട്. അവരമ്മയ്ക്ക് എന്നോട് വളരെയധികം സ്നേഹമായിരുന്നു. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് ഈ മതമൈത്രി മനസ്സിൽ ഉൾപ്പെടുന്നത്, രൂഢമൂലമാകുന്നത്. അതിനെ തുടർന്ന് ഇപ്പോൾ ഞാനൊരു പരമ്പര തന്നെ റിസാലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മതമൈത്രി ചരിത്രവും ഐതിഹ്യവും. കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള കുറേ ഭാഗങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നു വലുതായത്. പിന്നെ പൊന്നാനിയുടെ സംസ്കാരം മഹത്തായ സംസ്കാരമാണ്. ഞങ്ങളുടെയൊക്കെ അഭിപ്രായത്തിൽ കേരളത്തിൽ സാംസ്കാരിക ആസ്ഥാനം പൊന്നാനിയാണെന്നാണ് ഞങ്ങളൊക്കെ പറയാറ്. കാരണം 1966 1956 നവംബർ 1-ാം തീയതി ഐക്യ കേരളം നിലവിൽ വന്നതിന് ശേഷമാണ് പിന്നെ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ മന്ത്രിയായതിന് ശേഷമാണ് തൃശ്ശൂർ ഇങ്ങനെ വളർന്ന് ഒരു സാംസ്കാരിക കേന്ദ്രമായത്. കാരണം പൊന്നാനിയുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 16-ാം നൂറ്റാണ്ടിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ വലിയ പള്ളി സ്ഥാപിച്ച, അതേപ്രകാരം തന്നെ കേരളത്തിലെ ആദ്യത്തെ ചരിത്രകാരനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ, മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ, ഇതേ പ്രകാരം തന്നെ ഒരു ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഒരു ഉപജ്ഞാതാവ് എന്ന് പറയാവുന്ന മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട്, പിന്നെ പെരിന്തൽമണ്ണക്കടുത്ത പൂന്താനത്ത് ജനിച്ചതാണെങ്കിലും
തട്ടകം ഗുരുവായൂരും മൂക്കുതലവും ക്ഷേത്രമാക്കിയിട്ടുള്ള പൂന്താനം നമ്പൂതിരി, ഇവരൊക്കെ ജനിച്ച് വളർന്നത് 16-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ ആ ഒരു സംസ്കാരം പൊന്നാനി അടിസ്ഥാനമാക്കിയിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു പാരമ്പര്യം എന്നും പൊന്നാനിയിൽ നിലനിൽക്കുന്നുണ്ട്. നൂറ്റാണ്ടുകളായി മതമൈത്രിക്ക് യാതൊരു വിഘ്നവും വരാത്ത പ്രദേശമാണ് പൊന്നാനി. 1921 പോലും പൊന്നാനിയിൽ ഇവിടെ ഹരിദാസേട്ടൻ സൂചിപ്പിച്ചു, നമ്മുടെ കേരള ഗാന്ധി കേളപ്പനും പൊന്നാനി ഗാന്ധി അഡ്വക്കേറ്റ് KV രാമമേനോനും പൊന്നാനി മഹുദും തങ്ങളും സംയുക്തമായി ലഹളക്കാരോട് പറഞ്ഞു, നമ്മുടെ കേളപ്പജിയുടെ നേതൃത്വത്തിൽ ഞങ്ങളെ പൊന്നാക്കാരാണ്, വളരെ മതമൈത്രിയോടുകൂടി ജീവിക്കുന്നവരാണ്, ഇവിടുത്തെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വളരെ ശാന്തത ആണ്, ആയതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകണം എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയും അവർക്ക് ഒരു ഫണ്ട് കൊടുക്കുകയും ചെയ്തു. ആ ഫണ്ട് കൊടുക്കുമ്പം തന്നെ പറഞ്ഞു, നിങ്ങളുടെ ലക്ഷ്യം ശരിയാണ്, കാരണം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ആ സംഭവം ഉണ്ടായത്, പക്ഷേ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന എപ്പോഴത്തെ ഈ മാർഗം തെറ്റാണ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. അത്രയും മതമൈത്രി സംരക്ഷിക്കുന്ന ഒരു പ്രദേശമാണ് പൊന്നാനി. പിന്നെ റംസാനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു അനുഭവം വളരെയധികം ഉൾക്കൊണ്ട ആളാണ് ഞാൻ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ റംസാനായി കഴിഞ്ഞാൽ നല്ലൊരു ഭക്ഷണം, നല്ലൊരു കഞ്ഞി, നല്ലൊരു പത്രി, ഇവിടെ സൂചിപ്പിച്ചതുപോലെ നല്ലൊരു കൂട്ടാനൊക്കെ കിട്ടിയിരുന്നത് റംസാൻ മാസത്തിലായിരുന്നു. ഇവിടെ സൂചിപ്പിച്ചു സുരേന്ദ്രേട്ടൻ, ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് റംസാൻ ആകാറായി എന്നുണ്ടാൽ, കാരണം മാപ്പിള സ്കൂളുകളൊക്കെ റംസാൻ ഒഴിവാണ്, ദിവസങ്ങൾ ഇങ്ങനെ എണ്ണും ഇങ്ങനെ കൈവിരലുകൊണ്ടിട്ട് ഇത്ര ദിവസം എന്ന് പറഞ്ഞാൽ ആ റംസാൻ ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് അങ്ങനെയുള്ള ഒരു പ്രയാസത്തിൻ്റെ കാലത്ത് നല്ലൊരു ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നത് ഈ നോമ്പ് കാലത്തായിരുന്നു. ബഹുമാന്യനായ അബൂബക്കർ മുസ്ലിയാർ, കാന്തപുരം അബൂബക്കർ ഉസ്താദിൻ്റെ ഒരു അവരുടെ ഒരു ജീവചരിത്രം ഇപ്പോൾ മനോരമ പ്രസിദ്ധീകരിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് 3-ാമത്തെ ലക്കമാണ്. ആ ലക്കത്തിൽ അത് പറയുന്നുണ്ട്, നല്ലൊരു തേങ്ങ അരച്ച കൂട്ടാൻ കൂട്ടുന്ന ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട്. അന്നൊക്കെ ഒരു പ്രയാസത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. ഏതായാലും പൊന്നാനി വലിയ പള്ളി, ആ വലിയ പള്ളിയിലാണ് ഞാൻ സ്ഥിരമായി തറാവീഹിന് കൂടാറ് 30 ദിവസവും ഏതാനും വർഷങ്ങളായിട്ട്. എൻ്റെ തൊട്ടടുത്താണ് എൻ്റെ സുഹൃത്ത്, ഇവിടെ സൂചിപ്പിച്ച നമ്മുടെ ഹരിദാസേട്ടൻ്റെയും കൂടി സുഹൃത്തായ വി സൈദോമൾ തങ്ങൾ ഇരിക്കാറ്. ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്താണ് ഇരിക്കാറ്. ആ 30 ദിവസത്തെ തറാവീഹാണ്. അതിൻ്റെ ഒരു പൊലിവും അതിൻ്റെ ഒരു ഐശ്വര്യവും പ്രത്യേകം തന്നെയാണ്. ഇന്നലെ സാന്ദർഭികമായി ഒന്ന് പറയട്ടെ, ഇന്നലെ ഒരു ഹിന്ദു സഹോദരിയുടെ ഒരു വാട്സപ്പ് വന്നിരുന്നു നോമ്പിൻ്റെ ഒരു പ്രത്യേകതകളെക്കുറിച്ചിട്ട്, അത് ഉൾക്കൊണ്ടിട്ടുള്ള ആവേശത്തെക്കുറിച്ച് ഒക്കെ വന്നിരുന്നു. ഏതായാലും സന്തോഷത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും അതിലുപരിയായി അറബി ഭാഷയിൽ പറയുകയാണെങ്കിൽ ഷറഫിൻ്റെയും ഫളലിൻ്റെയും ദിവസങ്ങളാണ് പരിശുദ്ധ റംസാൻ ദിനങ്ങൾ. പൊന്നാക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റാർക്കും തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ആ ഒരു സന്തോഷം ഉൾക്കൊള്ളുന്നവരാണ് പൊന്നാനിക്കാർ.